ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം വിഷ്ണു വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെയാണ്. പപ്പി അവിടേക്ക് വന്നപ്പോൾ പപ്പിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശാലിനി പറഞ്ഞ കാര്യം ഓർത്തിട്ട് പെട്ടെന്ന് വിഷ്ണു പപ്പിയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം ബാൽക്കണിയിൽ നിന്നും രോഹിത് കാണുന്നുണ്ടായിരുന്നു. തൊട്ടരികിൽ ശ്യാമയുമുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ജീപ്പിലേക്ക് കയറ്റിയിരുത്തുകയാണ് വിഷ്ണു പപ്പിയെ. എന്നിട്ട് വളരെ സ്പീഡിൽ തന്നെ വിഷ്ണുവും വണ്ടിയിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. വിഷ്ണു വെച്ചാൽ നമ്മൾ എവിടേക്കാ പോകുന്നത് എന്ന് പപ്പി ചോദിക്കുന്നു. പോകാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിഷ്ണു അവിടെ നിന്നും പോകുന്നു. എന്താ മോളെ വിഷ്ണു കുഞ്ഞിന് പറ്റിയത് എന്ന് പിള്ളച്ചേട്ടൻ ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ശ്യാം അകത്തേക്ക് പോകുന്നു. പൊന്നിയോടും ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് പൊന്നി മറുപടി പറയുന്നുണ്ട്. പോകുമ്പോൾ വിഷ്ണു ശാലിനിയോട് പറഞ്ഞ വാക്കുകളൊക്കെ ആലോചിക്കുന്നുണ്ട്. ഈ സമയം രോഹിത് ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. ശ്യാമ അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട്. ശ്യാമ രോഹിത്തിനോട് പറയുന്നു, നോക്ക് രോഹിത്തെ, സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. ഞാൻ പപ്പിയെ വളർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും ചീത്തയായ ഒരു പെണ്ണല്ല. രോഹിത്തിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ചവളാണ്. ഞാൻ ഒരിക്കലും രോഹിത്തിനെ ചതിച്ചിട്ടില്ല. ചില കള്ളങ്ങൾ പറഞ്ഞു, അത് എന്നെ ഒരു ഗതികേട് കൊണ്ട് പറഞ്ഞതാ. സത്യമ്മ എന്നെ ഈ വീട്ടിൽ നിറക്കി വിടാതിരിക്കാൻ, രോഹിത്തിന്റെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാം എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതാ. എന്നോട് ക്ഷമിക്കുകയെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ശ്യാമ. എല്ലാ തെറ്റുകളും ഞാൻ ഏറ്റു പറഞ്ഞില്ലേ രോഹിത് എന്നൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ് ശ്യാമ. വിഷ്ണുവേട്ടൻ്റെ കുട്ടികളെ ഇപ്പോൾ കിട്ടി. ഈ സന്തോഷം എപ്പോഴും നിലനിൽക്കണം. അവരുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നവും വരരുത്. രോഹിത് എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ, എന്നെ കൊന്നോളൂ. എന്നാലും യാതൊരു കാരണവശാലും രോഹിത് പുറത്ത് പറയരുത് ഈ കാര്യം. ഞാൻ ഇപ്പോഴും രോഹിത്തിന്റെ ആ പഴയ ശ്യാമ തന്നെയാണെന്ന് ശ്യാമ പറയുന്നു. എന്നെ വെറുക്കരുതെന്നും പറയുന്നു. രോഹിത് കൈവിട്ടാ പിന്നെ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ കാല് പിടിച്ച് ശ്യാമ കരയുന്നു. എന്നാൽ രോഹിത് ഇപ്പോഴും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഈ സമയം രോഹിത്തിനൊരു കോള് വന്നു. വളരെ പെട്ടെന്ന് രോഹിത് അവിടെ നിന്ന് പോവുകയാണ്. കരഞ്ഞുകൊണ്ട് കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ശ്യാമയെ തട്ടി എറിഞ്ഞിട്ടാണ് രോഹിത് ധൃതിയോടെ അവിടെ നിന്ന് പോയത്. ഈ സമയം ശാലിനി ആണെങ്കിൽ വിഷ്ണു പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് അവിടെ നിന്നും റിസൈൻ ചെയ്ത് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആള് നീയാണ് എന്നാണ് വിഷ്ണു ശാലിനിയോട് പറഞ്ഞത്. അത് വീണ്ടും വീണ്ടും ശാലിനി ഓർക്കുന്നുണ്ട്. അനുവിനെ ക്യാബിനിലേക്ക് വിളിച്ചു. 3 ഫയലുകൾ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ചില വിഷമത്തോടെ ചില കാര്യങ്ങളൊക്കെ ശാലിനി പറയുന്നുണ്ട്. മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് അന്ന് ഈ കളക്ടർ ഓഫീസ്. പിന്നെ അനു ഒരിക്കലും മറക്കില്ല എന്നൊക്കെ ശാലിനി പറയുന്നു. യാത്രയ്ക്കുള്ള ഒരുക്കമാണെന്ന് തോന്നുന്നു എന്ന് അനു പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് അനു. യാത്രകൾ നമുക്ക് വേദനകൾ നൽകുന്നതാണ്. കുറച്ച് പണം കൊടുക്കുന്നുണ്ട്. ഇന്നും വരുന്ന ആ ലോട്ടറിക്കാരി അമ്മച്ചിക്ക് കൊടുക്കാനായിട്ട്. അവരുടെ കൊച്ചുമകൾക്ക് എന്തോ സുഖമില്ലാതെ ഹോസ്പിറ്റലാണ്. അതൊരു സഹായമാകട്ടെ എന്ന് പറഞ്ഞ് ശാലിനി കൊടുത്തു. പിന്നെ ഒരു ലെറ്റർ പാഡും കൊടുക്കുന്നു. ഇത് ഞാൻ അനുവിനെ ഏൽപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ശാലിനി വിഷ്ണു എന്ന് പറഞ്ഞ ആ ഒരു ബോർഡും ശാലിനി എണീച്ചിട്ട് കസേരയിലേക്ക് നോക്കുന്നു. പടി ഇറങ്ങാണ് എന്നേക്കുമായിട്ട്. ഇനി ഈ വഴിക്ക് ഞാനില്ല. പ്രശ്നങ്ങൾ തീർക്കേണ്ടവളാണ് കളക്ടർ. 100,000 പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് അലയേണ്ടവളല്ല. എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എനിക്ക് പരിഹാരം കാണാൻ കഴിയുന്നത്? അതുകൊണ്ട് എനിക്ക് ഈ കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി വരികയാണെന്നും ശാലിനി മനസ്സിൽ വിചാരിക്കുന്നു. എന്നിട്ട് ശാലിനി പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി വന്ന് അനുവിനോട് പറയുന്നുണ്ട്. വളരെ വിഷമത്തോടെ തന്നെ പറയുന്നു, അനു നീ എനിക്കൊരു വലിയ ശക്തിയായിരുന്നു. എൻ്റെ ബലം ഒരു സഹോദരിയെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നോട് കാണിച്ച സ്നേഹത്തിന് ഈ സമയത്ത് ഞാൻ നന്ദി പറയാണ്. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് നമ്മളെ എന്തിനാ? പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി സങ്കടത്തോടെ അവിടെ നിന്നും ഇറങ്ങുന്നു. അനു ആ ലെറ്റർ നോക്കുന്നുണ്ട്. ഈശ്വര, റെസിഗ്നേഷൻ ലെറ്റർ ആണല്ലോ. മേഡം ജോലി രാജിവെച്ചിരിക്കുന്നു എന്നിങ്ങനെ വിചാരിക്കുന്നു. പോകുന്ന വഴി വിഷ്ണു ഇപ്പോൾ ശാലിനിയെ വിളിച്ചു നോക്കുന്നു. എന്നാൽ ശാലിനി ഫോണും കൊണ്ടുപോയിട്ടില്ല. ഫോൺ എടുക്കുന്നത് അനു ആണ്. ഫോൺ ശാലിനിക്ക് കൊടുക്കാനായി പറയുന്നു. മേഡം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നു. റെസിഗ്നേഷൻ ലെറ്ററും തന്നിട്ടാണ് പോയിരിക്കുന്നത്. രാജിക്കത്ത് എന്ന് പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് വിഷ്ണു. ജോലിയെ രാജിവെക്കാൻ മാത്രം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സാറിൻ്റെ വീട്ടുകാരായിട്ടോ മറ്റോ എന്നൊക്കെ അനു ചോദിക്കുന്നുണ്ട്. മേഡത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്കത് തോന്നിയിരുന്നു. വിഷ്ണു പറയുന്നു, ശാലിനി അവിടെ എങ്ങാനും ഉണ്ടോ ഒന്ന് നോക്കാമോ? ദൂരെ എവിടേക്ക് പോവാൻ വഴിയില്ല. ഞാൻ ഉടനെ അങ്ങോട്ട് വരാമെന്ന് വിഷ്ണു. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ, ഇല്ലെങ്കിൽ മേഡം ഇങ്ങനെ സംസാരിക്കില്ല എന്നൊക്കെ വിചാരിച്ച് അനു അവിടെ നിന്ന് പോകുന്നുണ്ട് ശാലിനിയെ നോക്കാനായിട്ട്. അനു ഓടി പോവുകയാണ് ശാലിനി അവിടെ എങ്ങാനും ഉണ്ടോ എന്നറിയാൻ. എന്നാൽ ശാലിനി അവിടെ എങ്ങും കാണുന്നില്ല. എന്താ വിഷ്ണു വെച്ചാൽ ചേച്ചിയമ്മ എവിടെ ഇല്ല എന്ന് പപ്പി ചോദിക്കുന്നു. അവിടെ ഇല്ല മോളെ എന്ന് വിഷ്ണു. പിന്നെ എവിടെ പോയി എന്ന് പപ്പി ചോദിക്കുന്നു. വിഷ്ണു ഇപ്പോൾ ശാലിനിയോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് വിഷ്ണു. ഈ സമയം രോഹിത് സുസ്മിതയുടെ അരികിൽ എത്തിയിരിക്കുന്നു. മരം മുറിക്കുന്നതിന്റെ കാര്യമാണ് ഇപ്പോൾ സുസ്മിതയുമായി സംസാരിക്കുന്നത്. ഇനി എന്ത് ചെയ്താലും ആ കേസുകാരയ്ക്ക് അടിക്കില്ല. അപ്പോൾ മുടക്കിയ പണമൊക്കെ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ അത് ഗോവിന്ദ എന്ന് സുസ്മിത. ഇത് കേട്ട് രോഹിത് ഞെട്ടലോടെ ഇരിക്കുന്നു. സുസ്മിത, ഞാൻ ഉയരുപോയ അവസ്ഥയിലാണ് ഇങ്ങോട്ട് വന്നത്. വെറുതെ കുത്തി നോവിക്കരുത്.
എന്ന് രോഹിത് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, രോഹിത്തെ ഇതും ഇതിനപ്പുറവും സംഭവിക്കും എന്ന് വിചാരിച്ച് വേണം ഇതിനൊക്കെ ഇറങ്ങാൻ. ജീവിതത്തിൽ ഏത് ബിസിനസ് റിസ്ക് എടുക്കാതെ നേടിയിട്ടുള്ളത്? ഇത് പോലീസ് കേസാവും, ഞാൻ അകത്ത് പോകുമെന്ന് രോഹിത്. അകത്ത് പോവെങ്കിൽ പോണം, ചുമ്മാ പറയുന്നതല്ല. നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ ജയിലിൽ കിടക്കുന്നതാണ് സുഖം. ഒരൽപ്പം പിടിപാടും പുത്തം പൊട്ടിക്കാനുള്ള സോഴ്സ് ഉണ്ടെങ്കിൽ ജയിലിനകത്ത് സ്വർഗമാണ് സ്വർഗം എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. ഇതേസമയം ശാലിനി കടൽ തീരത്തെത്തിയിരിക്കുന്നു. കടലിലേക്ക് ഇങ്ങനെ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ശാലിനി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.